ಡೈಲಾಗ್ ನಮ್ಗೊಂದು ಕೇಳ್ക്കാം. ಐದು ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. പക്ഷെ ഞാനുള്ളൊരു സിനിമ റീ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി. എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പൊ ഇവിടെ സിബി സാറും സിയാദിക്കയും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരൻ ബത്ലഹേമിന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള, എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറെ ദിവസങ്ങളായിരുന്നു. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ, അപ്പൊ അതിലിവിടെ നിവിയുണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത്. അപ്പൊ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിൻഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും, ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുകുമാരി അമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്നത് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടന്റെ തമാശകള്, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കയോടും ഷമയോടും ഫോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് ആ സിനിമ ഇനി റീ റിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പൊ വന്ന് ചേർന്നിട്ടുണ്ട്. ചേച്ചി, ആക്ച്വലി നിങ്ങൾക്ക് 3 പേർക്കും യു ക്യാൻ ടേക്ക് എ ലുക്ക് ബാക്ക്. പുറകിലെ LED സ്ക്രീനിൽ ഒരു മെമ്മറി വാൾ ഉണ്ട്. സമരൻ ബത്ലഹേം എന്ന സിനിമയെ സ്നേഹിക്കുന്ന, ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത്. ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക്, നമ്മുടെ ആമിക്ക്. സിബി സർ ആൻഡ് സിയാദ് സർ, പ്ലീസ് ജോയിൻ ബാക്ക് ദി ഓഡിയൻസ്. മഞ്ജു ചേച്ചിയോട് ചെറിയൊരു റിക്വസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓർമ്മയുണ്ടെങ്കിൽ മതി. 5 കസിൻസ് ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക ചേച്ചി, നമുക്ക് എല്ലാവർക്കും വേണ്ടി അത് പറയുന്നത്. അത് ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചാലും എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. അത് കന്നഡ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ മഞ്ജു ചേച്ചി? ഒരു പിടിയില്ല, ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. അതിലും കൂടുതൽ കന്നഡ ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് എത്ര വീട്ടിലേക്ക് എടുത്തു തന്നപ്പോ? ഓർമ്മയില്ല, അതെനിക്ക് ഓർമ്മയില്ല. സാർ റീടേക്ക് ഉണ്ടായിരുന്നോ സാർ? അടിപൊളി.
അപ്പൊ കന്നഡ അറിയാത്ത ആൾ ഇതേപോലെ കന്നഡ പറഞ്ഞത് നമുക്കൊരു കൈയടി കൊടുക്കാം. And ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ്. എനിക്കത് മഞ്ജു ചേച്ചി അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത്? ലൈക്ക് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്താണ്? ഞാൻ കൃഷ്ണയായിട്ടും നിവിയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. അത് ശരി. ഞാൻ കുറെ വർഷമായി കണ്ടു. പക്ഷെ പെട്ടെന്ന് കണ്ട് റിയലൈസ് ചെയ്തു, മനസ്സിലായി. കാരണം ഇവര് രണ്ടുപേരുടെയും നടുക്കായിരുന്നു. അപ്പൊ മനസ്സിലായിരുന്നല്ലേ? ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ സാധിച്ചതിൽ അല്ലേ? മഞ്ജു ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ, കുട്ടികളൊക്കെ വലുതായി എന്നുള്ളൊരു എക്സ്പ്രഷനോട് കൂടിയിട്ടാണ് മഞ്ജു ചേച്ചി കയറി വന്നത്. ചേച്ചി ഇപ്പോഴും ഞങ്ങള് വന്നപ്പോ പറയായിരുന്നു, സ്റ്റിൽ ഇത്രയും യങ് ആയിട്ട് ഒരു മാറ്റവും ഇല്ല എന്നുള്ളൊരു രീതിയില് ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു, ആ സംസാരിച്ചു, അതേ സ്നേഹം ഇന്നും ഉണ്ട്. അതിൽ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആക്ട്രസ് ആണ്. വെരി ഹോൾസം മൊമെന്റ്, വെരി ഹോൾസം മൊമെന്റ്. ആ സിനിമയിലെ പൂച്ചയുടെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ജു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.